ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 19-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. 19-ാം ദിനം പരിശുദ്ധ കുർബാന അർപ്പണത്തോടും നോമ്പിന്റെ ചൈതന്യത്തോടും അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ നിരന്തരം മുഴങ്ങുന്ന സുഹൃത്ത് ജപത്തിന്റെയും അകമ്പടിയോടുകൂടെ നമ്മൾ ഈ ദിനത്തിന്റെ ദൈവവചന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് സക്കറിയായുടെ ആ പ്രവചന ഗീതത്തിൽ നിന്ന് തന്നെയുള്ള 2-ാമത്തെ വരി നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 69-ാമത്തെ വാക്യം. വചനം ഇങ്ങനെയാണ്, ശ്രദ്ധിക്കാം നമുക്ക്. തന്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. തന്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ. ഈശോയെ ദാവീദുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ പുതിയ നിയമ പുസ്തകത്തിലേക്ക് നോക്കുവാണെങ്കിൽ പലപ്പോഴായിട്ട് ദാവീദിന്റെ പുത്രൻ എന്നുള്ള രീതിയിൽ ഈശോയെ വിശേഷിപ്പിക്കുന്നുണ്ട്. അന്ധനായ ബർത്തമിയൂസ് ദാവീദിന്റെ പുത്രനായ യേശുവേ എന്ന് പറഞ്ഞാണ് ഈശോയുടെ മുൻപിൽ യാചന നടത്തുന്നത്. കാനാൻകാരി സ്ത്രീ, അവളും സമാനമായിട്ട് തന്നെ ദാവീദിന്റെ പുത്ര എന്നും പറഞ്ഞാണ് ഈശോയുടെ മുൻപിൽ യാചന ഉയർത്തുന്നത്. ഏതാണ്ട് 17 തവണയോളം, പുതിയ നിയമത്തിൽ ഏതാണ്ട് 17 തവണയോളം ഈശോയെ ദാവീദിന്റെ പുത്രൻ എന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഈശോയ്ക്ക് 1000 കൊല്ലങ്ങൾക്ക് മുൻപ് ജീവിച്ച വ്യക്തിയായ ദാവീദ്, അങ്ങനെ ആകുമ്പോൾ എങ്ങനെ ഈശോ ദാവീദിന്റെ പുത്രനാകും? ഈശോയ്ക്ക് മുൻപ് 1000 കൊല്ലങ്ങൾക്ക് മുൻപ് ജീവിച്ചവനാണ് ദാവീദ്. പിന്നെ എങ്ങനെയാണ് ദാവീദിന്റെ പുത്രൻ എന്നുള്ള രീതിയിൽ ഈശോ വിളിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ജനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമായിരുന്നു മിശിഹ വരും, മിശിഹ വരും. സാമുവേൽ പ്രവചനം 2-ാം പുസ്തകത്തിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ, സാമുവേൽ പ്രവചനം 2-ാം പുസ്തകം 7-ാമത്തെ അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് മിശിഹായെ കുറിച്ചുള്ള പ്രവചനം. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുകയാണ്. അവന്റെ പുത്രനെ കുറിച്ച്, ദാവീദിന്റെ പുത്രനെ കുറിച്ച് കൃത്യമായ ഒരു വിശദീകരണം കൊടുക്കുകയാണ്. ആ വിശദീകരണത്തിൽ നാഥാൻ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, ദാവീദിന്റെ പുത്രന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ദാവീദിന്റെ പുത്രന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. അതായത് അവസാനം ഉണ്ടാവുകയില്ല. ദാവീദിന്റെ പുത്രന്റെ സിംഹാസനത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇസ്രായേൽ ജനം വിശ്വസിച്ചു. ആ പ്രവചനം, പ്രവാചകനായ നാഥാൻ നടത്തിയ ആ പ്രവചനം, അത് വരുന്ന കാലഘട്ടത്തിലെ മിശിഹായെ കുറിച്ചാണ്. മിശിഹായുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ദാവീദിന്റെ പുത്രനാണ് മിശിഹ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇസ്രായേൽ ജനം വിശ്വസിച്ചു പോകുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഈശോയുടെ വംശാവലിയാണ് കാണുന്നത്. ആ വംശാവലി ചരിത്രത്തിൽ നമുക്ക് ഒരുപക്ഷെ ഒരല്പം ബോറായിട്ട് പലപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു ഭാഗമാണ് വംശാവലി ചരിത്രം, വംശാവലി വിവരണം. ആ വംശാവലി വിവരണത്തിൽ ഈശോയെ ദാവീദിന്റെ വംശാവലിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലൂടെ സുവിശേഷകൻ യഥാർത്ഥത്തിൽ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ്, ദേ ഇവൻ മിശിഹായാണ്, ഇവൻ ദാവീദിന്റെ പുത്രനാണ്. ആ ഒരു കൃത്യമായിട്ടുള്ള അറിവോടുകൂടെ വേണം നമ്മൾ ഇന്നത്തെ വചന വിചിന്തനം നടത്താൻ. ഒരിക്കൽ കൂടി ആ വചനം ഒന്ന് വായിക്കുക. തന്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ, തന്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. യഥാർത്ഥത്തിലുള്ള ഒരു വിവരണം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, കൃത്യമായ ഒരു ട്രാൻസ്ലേഷൻ അനുസരിച്ച് തന്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ രക്ഷയുടെ കൊമ്പ് ഉയർത്തി എന്നാണ്. രക്ഷയുടെ കൊമ്പ് ഉയർത്തി, രക്ഷയുടെ കൊമ്പ് ഉയർത്തി. കൊമ്പ്, കൊമ്പ് എന്താണ് കൊമ്പ്? കൊമ്പ് അധികാരത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ്. നമ്മൾ ദാനിയേൽ പ്രവചനത്തിലും അതോടൊപ്പം തന്നെ വെളിപാട് പുസ്തകത്തിലും പലപ്പോഴായിട്ട് കാണുന്ന ഒരു പ്രയോഗമാണ് കൊമ്പ്. ഈ കൊമ്പ് നമ്മൾ മനസ്സിലാക്കണം, കൊമ്പ് അധികാരത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ്. അതായത് ഉണ്ണീശോയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പൊതുവെ അയ്യോ നിസാരക്കാരനായ ഒരു കുഞ്ഞ് എന്നുള്ള രീതിയിലാണോ മനസ്സിലാക്കേണ്ടതല്ല. അവൻ ശക്തിയുടെ ഒരു വ്യക്തിത്വം തന്നെയാണ്. ഉണ്ണീശോ ശക്തിയുടെ ഒരു വ്യക്തിത്വമാണ്, അധികാരത്തിന്റെ ഒരു വ്യക്തിത്വമാണ്. ഈ കാലഘട്ടത്തിൽ തിരുസഭ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്തിയാണ് ഉണ്ണീശോയോടുള്ള ഭക്തി. ആ ഭക്തി വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ് ക്രിസ്മസ് ദിവസത്തിൽ ആ തിരുപ്പിറവി തിരുക്കർമ്മങ്ങൾക്കിടയിൽ ഉണ്ണീശോയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രദക്ഷിണം തന്നെ നടത്തുന്നത്. ഉണ്ണീശോയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഒരു പ്രദക്ഷിണം തന്നെ നടത്താനുള്ള കാരണം എന്താണ്?
ഉണ്ണീശോയോടുള്ള ഭക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ചില ഭവനങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, ക്രിസ്മസ് ദിനം അടുത്തെത്തുമ്പോൾ ഉണ്ണീശോയുടെ ഒരു തിരുസ്വരൂപം അവര് വളരെ ഭക്തിയാദരവോടുകൂടെ തങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പ്രതിഷ്ഠിക്കുന്നതായിട്ട്. ആ ഉണ്ണിയായ ഈശോയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഒരു ശക്തിയെ, ദൈവശക്തിയെ കൂടി തിരിച്ചറിയണം. ഉണ്ണീശോയെ ചുംബിക്കുമ്പോൾ ദൈവശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഞാൻ ചുംബിക്കാൻ. അതായത് എന്റെ ജീവിതത്തിന്റെ പല പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരം നൽകാൻ ശക്തനായ ഒരുവനാണ് പുൽക്കൂട്ടിലെ ഉണ്ണീശോ. പുൽക്കൂട്ടിലെ ഉണ്ണീശോയോട് ഒരു വാത്സല്യം മാത്രം പോരാ നമുക്ക്, ഇവൻ ശക്തിയുടെ ഒരു വ്യക്തിത്വമാണെന്നുള്ള തികഞ്ഞ ബോധ്യം ഓരോ ചുംബനത്തിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ട ഈശോ സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളെല്ലാവരെയും ഈശോ തന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വചനം ഗ്രഹിക്കാനായിട്ട് പ്രചോദിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കുളിരാൽ വരയ്ക്കുന്ന ഉണ്ണീശോയെ, അങ്ങേ ഞാൻ മുത്തുന്നു, അങ്ങേ ഞാൻ തഴുകുന്നു, അങ്ങെന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ.